ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളെ ഒരു സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആൾ ഫോളോ ചെയ്യുന്നുണ്ട്? പലർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ നമ്മളെ ഒരു എന്താ പറയുക, ഒരു ബിസി ലൈഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്കിൻ കെയർ ഒക്കെ ഫോളോ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിലേക്ക് ഭയങ്കര താല്പര്യമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്കിൻ കെയർ ഒക്കെ ചെയ്തു പോകും. പക്ഷേ എങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട രണ്ട് കാര്യമാണ് മോയ്സ്ചറൈസറും പിന്നെ പുറത്ത് പോകുമ്പോൾ ഒക്കെ സൺസ്ക്രീനും. വീട്ടിലാണെന്നുണ്ടെങ്കിലും സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല രണ്ട് കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ പല വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞ് ഇപ്പോൾ നമുക്ക് യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ അവൈലബിൾ ആണല്ലോ സൺസ്ക്രീനെ പറ്റിയിട്ടും ഒക്കെ. അപ്പോൾ ഷോർട്സിലാണെങ്കിൽ നമ്മൾ വെറുതെ ഒന്നും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന ടൈമിലൊക്കെ സൺസ്ക്രീനിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് കുറേ വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതെന്നൊക്കെ തന്നെയാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ എങ്ങനെയുള്ളത് യൂസ് ചെയ്യണം എന്നുള്ളത് ആർക്കും അറിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം നമ്മുടെ സ്കിന്നിന് നമ്മളെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ഓയിലി സ്കിന്നൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഓയിലി ആയിട്ടുള്ള സൺസ്ക്രീൻ ആണെന്നുണ്ടെങ്കിൽ വെയിലത്തിറങ്ങുമ്പോഴത്തേനും ഒലിച്ചിറങ്ങാൻ തുടങ്ങും. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക എന്നുള്ളത് തന്നെ നമ്മൾ ഈ ഒരു ക്രീം ഉപയോഗിക്കുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക എന്നുള്ളത് കുറഞ്ഞു വരും. അതേസമയം നമ്മൾ ഓയിലി സ്കിൻ ടൈപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള തിക്കായിട്ടുള്ള ഒരു സൺസ്ക്രീമാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് അത് പെർഫെക്റ്റ് ആയിട്ട് പോകും. അപ്പോൾ നമ്മുടെ സൺസ്ക്രീന് നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ എത്രയും ഇതായിട്ട് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മളെ സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്. നമ്മളൊരു സൺസ്ക്രീന് ഉപയോഗിക്കുന്നതിന് മുന്നേ അതിൻ്റെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക എത്രത്തോളം നമുക്കത് ബെനിഫിറ്റ് തരുന്നുണ്ട് എന്നുള്ളത്. അതായത് ചെറിയൊരു ഭാഗത്ത് മാത്രം നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കുക, ബാക്കിയുള്ള എല്ലാ ഭാഗത്തും നമ്മൾ സൺസ്ക്രീൻ നന്നായിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ. അത് 2 ഫിംഗറും 3 ഫിംഗറും ഒക്കെ യൂസ് ചെയ്ത് ഈ ഒരു ടൈമിലൊക്കെ ചെയ്യുന്നവരൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക, ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുക. എന്നിട്ട് പിന്നെ ഈ സ്റ്റിക്കർ റിമൂവ് ചെയ്തിട്ട് നമ്മൾ ആ ഫുൾ ഡേ നമ്മളൊന്ന് നോക്കുക. അപ്പോൾ എന്നിട്ട് നോക്കുക എങ്ങനെയുണ്ട്, ടാൻ അടിച്ചിട്ടുണ്ടോ നോക്കുക. ടാൻ അടിച്ചിട്ട് ഈ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ആ ഭാഗത്ത് മാത്രമല്ലേ സൺസ്ക്രീൻ ഇല്ലാണ്ടുണ്ടാവുള്ളൂ. അപ്പോൾ ആ ഭാഗത്ത് ടാൻ ആയിട്ടുണ്ടോ നോക്കുക. അപ്പോൾ പിന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ സ്കിന്നിൻ്റെ ഭാഗത്തൊന്നും ടാൻ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സൺസ്ക്രീം നമുക്ക് നല്ല ബെനിഫിറ്റ് തരുന്നതെന്ന് വേണം മനസ്സിലാക്കണം. അങ്ങനെയൊക്കെ നോക്കുക. അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുള്ള 2 സൺസ്ക്രീമിനെ പറ്റിയിട്ടാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് കേട്ടോ. ഇതാണ് ആ 2 സൺസ്ക്രീം എന്ന് പറയുന്നത്. ഇത് അക്വാലോജിക്കിൻ്റെ 2 സൺസ്ക്രീമാണ് കേട്ടോ. ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു, ഞാൻ ഓഫീസിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. പക്ഷേ അപ്പോൾ അത് എടുക്കാൻ വിട്ടുപോയതാണ് സത്യത്തിൽ പറഞ്ഞത്. അത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അതാണ് സംഭവം. എന്തായാലും നമുക്ക് 2 എണ്ണത്തിനെ പറ്റി നമുക്കിതൊന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ ഇതാണ് 2 സൺസ്ക്രീം എന്ന് പറയുന്നത്. ഇത് അക്വാലോജിക്കിൻ്റെത് റേഡിയൻസ് പ്ലസ് ഡ്യൂവി സൺസ്ക്രീനാണ് 2 എണ്ണം. ഒരു റെഡ് പാക്കറ്റിലുള്ളതാണ് ഞാൻ എടുക്കാൻ വിട്ടുപോയത്. അപ്പോൾ അതും നല്ലതാണ്, ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് എന്താ പറയുകയെന്ന് വെച്ചാൽ നമുക്കത് അപ്ലൈ ചെയ്യുമ്പം ഒരു കുറച്ച് ഓയിലി ആയിട്ടൊക്കെ തോന്നും. പക്ഷേ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവും. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ക്രീമാണ്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ കുറച്ചും കൂടെ എന്താ പറയുക ഈസിയാണെന്നല്ല, നമുക്ക് നല്ലൊരു രസമാണത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് തോന്നില്ല. അതാണ് പിന്നെ അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു പിങ്ക് പാക്കറ്റ്, പിങ്ക് ആൻഡ് ബ്ലൂ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് വാട്ടർ മെലൺ പ്ലസ് നയാസിനമൈഡ് ഇലുമിനേറ്റ് പ്ലസ് ഹൈഡ്രേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നയാസിനമൈഡ് ഇപ്പം പൊതുവേ നന്നായിട്ട് പോപ്പുലറായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം കുറേ പോപ്പുലറായിട്ടുള്ള കുറേ ആക്ടേഴ്സൊക്കെ നമുക്ക് അതിനെപ്പറ്റി നല്ല ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന് ശേഷം എല്ലാവരും നമ്മൾ നയാസിനമൈഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളൊരു സൺസ്ക്രീമിൽ നയാസിനമൈഡ് കിട്ടുക എന്നുള്ളത് ഭയങ്കര നല്ല കാര്യമാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒന്നാണ് ഈ ഒരു സൺസ്ക്രീം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് 399 റുപ്പീസാണ് കേട്ടോ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് സൺസ്ക്രീമിന് വേണ്ടിയിട്ട് ഒരുപാട് ക്യാഷ് കളയുന്ന ആൾക്കാർ എനിക്കറിയാം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് വേറെ എന്തിനേക്കാളും ഇമ്പോർട്ടൻസ് ആണ് ഒരു സൺസ്ക്രീം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് നോക്കുമ്പോൾ 399 തന്നെ കുറച്ചൊരു പ്രൈസി ആണ്. എന്നാലും നമുക്ക് നമ്മുടെ സ്കിന്നിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർക്ക് അത് വലിയൊരു കാര്യമായിട്ട് തോന്നില്ല. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരുപാട് സൺസ്ക്രീമൊക്കെ കിട്ടാനുണ്ട്. എന്നാലും ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്, നല്ലൊരു ബ്രാൻഡാണ്. പിന്നെ നല്ല ബെനിഫിറ്റ് തരുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 399 എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ. ഇത്
ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയൊരു ബോട്ടിൽ പോലെയാണ് കേട്ടോ വരുന്നത്. എടുക്കുക എന്നുള്ളത് തന്നെ ഭയങ്കര ടാസ്ക്കാണ്. എൻ്റെ അടപ്പൊക്കെ അതിൽ തന്നെ വിചാരിച്ചു. അപ്പം ഇതാണ് നമ്മുടെ സൺസ്ക്രീൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ബോട്ടിലാണ് നമുക്ക് വരുന്നത്. നമ്മളെ ഒരു ഇങ്ങനെ പിന്നെ സ്പ്രേ മോഡലൊക്കെയാണ് നമുക്ക് കിട്ടാനുള്ളത് കേട്ടോ. നമുക്കിതെന്തായാലും ഒരു സൈഡിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ ഓൾറെഡി ലിപ്സ്റ്റിക്കും ഐലൈനറും ഒക്കെ ഉണ്ട്. ബാക്കി ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് വന്നതാണ് കേട്ടോ. എന്തെങ്കിലും ഒരു മെനയിൽ കെട്ടിച്ചിട്ട് അതവിടെ വെച്ചതാണ്. അപ്പം ഈ ഒരു സൈഡിൽ നമ്മൾ അപ്ലൈ ചെയ്യാം. നമുക്ക് നല്ല തിക്കായിട്ട് തന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണല്ലോ. അതുമല്ല, നമ്മൾ ഉള്ളിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് വേണം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സ്കിൻ ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മോയ്സ്ചറൈസർ അത്രയും അത്യാവശ്യമാണ്. അതിന് മുകളിൽ മാത്രമേ നമ്മൾ സൺസ്ക്രീന് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അതിന് മുകളിൽ നമുക്ക് മേക്കപ്പോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ 2 ലെയർ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ഈ ഒരു സൈഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ എത്ര പെട്ടെന്ന് അത് അബ്സോർബ് ആവുന്നതെന്നറിയോ? നമ്മളങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് അബ്സോർബ്. പക്ഷേ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ വിചാരിക്കും അയ്യോ ഇത് കുറച്ച് ഓയിലാണല്ലോ, കുറച്ച് സ്റ്റിഫായിട്ടുണ്ടാവല്ലോ എന്നൊക്കെ. പക്ഷേങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അത് അബ്സോർബ് ആയി കിട്ടും. കണ്ടോ? അപ്പോൾ അതാണ് ഒന്നാമത്തെ നമ്മുടെ ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത്. വാട്ടർമെലൺ പ്ലസ് നയാസിനമൈഡ് ഇലുമിനേറ്റ് പ്ലസ് ഹൈഡ്രേറ്റ് സൺസ്ക്രീം ആണ് കേട്ടോ. ഇത് നമ്മൾ അക്വാലോജിക്കിൻ്റെ ആണെന്ന് തന്നെ പറയുമ്പോൾ നല്ല പ്രോഡക്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതാണ് നമ്മൾ ഒന്നാമത്തെ പ്രോഡക്റ്റിൻ്റെ വിശേഷം എന്ന് പറയുന്നത്. ഇതിന് മുകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ബ്ലെൻഡ് ഓഫ് നാച്ചുറൽ ഫ്രൂട്ട്സ് ആൻഡ് ആക്റ്റീവ്സ്. അപ്പോൾ നാച്ചുറൽ ഫ്രൂട്ട്സ് എന്നൊക്കെയുള്ള അതിൻ്റെ എക്സ്ട്രാക്റ്റ് ഒക്കെ എടുത്തിട്ടായിരിക്കണം ഈ ഒരു സൺസ്ക്രീൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. യൂസ് ചെയ്തപ്പോൾ നല്ലതാണെന്ന് തോന്നിയതിനെ കൊണ്ട് മാത്രം ഞാൻ ഷെയർ ചെയ്യുന്നു എന്ന് ഉള്ളതാണ്. പിന്നെ നമുക്ക് വീഡിയോ എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു മെയിൻ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വിശേഷം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വേണം എന്ന് പറയുന്നത് ഗ്രീനും ഈ ബ്ലൂ ആയിട്ടുള്ളതാണ് കേട്ടോ. എല്ലാത്തിൻ്റെ അടപ്പാണ് ആദ്യം പോരുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് മറ്റേ അത് ആദ്യം നമ്മൾ പറഞ്ഞത് വാട്ടർമെലണിൻ്റെതായിരുന്നു. ഇത് കോക്കനട്ട് വാട്ടർ ആൻഡ് ഹൈലറോണിക് ആസിഡാണ്. മറ്റത് നയാസിനമൈഡായിരുന്നു. ഇത് ഹൈലറോണിക് ആസിഡാണ്. ഹൈലറോണിക് ആസിഡ് ഇപ്പോൾ പൊതുവെ എല്ലാവർക്കും അറിയാം, നല്ലതാണ് നമ്മുടെ സ്കിന്നിന് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഉണ്ട്. ഒരുപാട് പിന്നെ പോപ്പുലറായിട്ടുള്ള ആൾക്കാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും നമ്മുടെ സ്കിന്നിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. അപ്പോൾ അതാണ് ഇതിലുള്ളത്. ഇത് ഹൈഡ്രേറ്റ് ചെയ്യാനും നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഈ സൺസ്ക്രീം ഹെൽപ്പ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോരുത്തർക്ക് എന്താണ് സ്കിന്നിന് ആവശ്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇപ്പം നറിഷ് ചെയ്യും ഹൈഡ്രേറ്റ് ചെയ്യും ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അതല്ല ഇലുമിനേറ്റ് ചെയ്യാനും ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മറ്റേത് എനിക്ക് ഓർമ്മയില്ല, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ പറഞ്ഞു തന്നെ. അപ്പോൾ ഇത് ഗ്രീൻ ബോട്ടിലാണ് നമുക്ക് വരുന്നത് കേട്ടോ. ഇതും മറ്റേതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പമ്പ് മോഡലൊക്കെയാണ് വരുന്നത്. ഓക്കെ, നമ്മൾ ആവശ്യത്തിനുള്ളതുണ്ട്. നമുക്ക് ചില സൺസ്ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വൈറ്റ് കാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിന് അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഒരു ബോഡി ലോഷനൊക്കെ അപ്ലൈ ചെയ്ത ഈ ഒരു ഫീലാണ് കേട്ടോ. നമ്മൾ ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കണ്ടില്ലേ എത്ര പെട്ടെന്ന് അബ്സോർബ് ആയത്? കണ്ടോ? അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. ഞാനൊക്കെ ഒരു സൺസ്ക്രീം അപ്ലൈ ചെയ്തില്ല വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള ഒരുപാട് നിമിഷങ്ങളുണ്ട് കേട്ടോ. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊന്ന് വേർത്ത് കഴിഞ്ഞാൽ ഞാൻ തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റിക്കി പോലെ ഉണ്ടാവും. നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ അയ്യേ എന്തൊരു വഴുവഴുപ്പ് പോലെ ഉണ്ടാവും ചില ടൈമിൽ നമ്മൾ ചില സൺസ്ക്രീമൊക്കെ അപ്ലൈ ചെയ്ത്. പക്ഷെ എനിക്കിതൊന്നുമില്ല, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 2 സൺസ്ക്രീമാണ് കേട്ടോ ഇത്. 2 അല്ല 3 ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് 2ആണ് ആ സൺസ്ക്രീം എന്ന് പറയുന്നത്. അക്വാലോജിക്കിൻ്റെതാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനും 399 തന്നെയാണ് കേട്ടോ. 2നും സെയിം റേറ്റ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ 2 തരത്തിലാണ്. ഒന്ന് പിന്നെ ഇലുമിനേറ്റ് ചെയ്യാനും ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. മറ്റേതെന്ന് പറഞ്ഞാൽ ഹൈഡ്രേറ്റ് ചെയ്യാനും നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്.
അപ്പോൾ രണ്ടെണ്ണം നമുക്ക് ഏതാ നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് വാങ്ങിയിട്ട് യൂസ് ചെയ്യാം. എല്ലാം വാങ്ങണമെന്നല്ല, നമുക്ക് ഏതാണ് നമ്മളെ സ്കിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കിന്നിന് എന്താണ് ആവശ്യം എന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് നമുക്ക് വാങ്ങിയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ 399 നമുക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഇതല്ലാന്നുണ്ടെങ്കിൽ ഏത് സൺസ്ക്രീം വാങ്ങിയിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേങ്കിൽ ഒരു സൺസ്ക്രീം മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതിപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ളത് നമുക്ക് ഒരുപാട് കിട്ടാനുണ്ട്. നിങ്ങൾക്ക് അതിലും കംഫർട്ടബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് ഒരു സൺസ്ക്രീമും ഒരു മോയ്സ്ചറൈസറും വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ കുറച്ച് പൈസയെങ്കിലും ഒന്ന് ചിലവാക്കിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിന്നിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല, എനിക്ക് യൂസ് ചെയ്തിട്ട് ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഷെയർ ചെയ്യുന്നത് പറഞ്ഞാൽ നമുക്ക് വീഡിയോ എന്തായാലും മസ്റ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ കൂടെ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും, വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഞാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുക എന്നുള്ളതൊരു എൻ്റെ ഒരു ഇതായതിനെ കൊണ്ട് ഇപ്പോൾ വീഡിയോയിൽ കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നു. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളും നിങ്ങൾക്ക് പറ്റുന്ന ഒരു സൺസ്ക്രീം വാങ്ങി യൂസ് ചെയ്യുക കേട്ടോ. ഇതിന് വേണമെന്നില്ല. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞു തന്നുള്ളൂ. ഇത് യൂസ്ഫുൾ ആവുന്നുള്ളവർക്ക് ഇത് മേടിക്കാമല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതിലേക്കും ബൈ.